3 പഴുത്ത മാങ്ങ കിട്ടി. നാട്ടുമാങ്ങയാണ്. അന്നേരം ഞാൻ എടുത്തത് മാങ്ങാക്കറി വയ്ക്കാമെന്നോർത്ത്. നല്ല നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അന്നേരം നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ ഒരു മുറി പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വേറെ മാങ്ങ, കർപ്പൂര മാങ്ങയാണ് ഇത്. തേങ്ങയും ചുവന്നുള്ളിയും അതും കൂടെ ഞാൻ അരയ്ക്കട്ടെ. മാങ്ങയുടെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് തേങ്ങ നല്ല പേസ്റ്റ് ഉണക്ക തേങ്ങ അരയണേ. ഇനി നമുക്ക് മാങ്ങ അടുപ്പിലോട്ടൊന്ന് വയ്ക്കും. മാങ്ങ അടുപ്പിൽ വെച്ച് 2 പച്ചമുളക് ഇടാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിവിടെ കിടന്ന് വേവട്ടെ. മാങ്ങ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരച്ച് അരപ്പിനകത്തോട് ഒഴിച്ചു കൊടുക്കും. പിന്നെ ജീരകം ചേർത്തിടായിരുന്നു. ജീരകപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി. ചെറിയൊരു തിള വന്നാൽ മതി, നല്ലതായിട്ട് വെട്ടി തിളയ്ക്കണ്ട കേട്ടോ. നമുക്ക് കടുക് പൊട്ടിച്ചിടാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഇനി കൊച്ചുള്ളിയും മുളകും കൂടെ. ഉള്ളിയും മുളകും മൂത്ത് നമുക്ക് കരിയാപ്പില. നല്ലൊരു മാങ്ങാക്കറി റെഡിയായി. ഈ മാങ്ങാക്കറിയാണ് നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ് മാങ്ങാക്കറി. ഓക്കേ.